ഹലോ ഹായ് ഡിയേഴ്സ്. അപ്പം ഇന്നൊരു ചിക്കൻ കറി വെക്കുക കേട്ടോ. അപ്പോൾ അമ്മ കുറച്ച് ചിക്കൻ കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നേ. ബ്രോയിലർ ആയിരുന്നു. അപ്പം നമ്മൾ ബ്രോയിലർ ഇവിടെ സാധാരണ വറക്കാറാണ്. അപ്പം ഒന്ന് കുറച്ച് കൊണ്ടുവന്നപ്പോൾ പിന്നെ വേറെ ഒന്നും കറിക്ക് കിട്ടിയില്ല. അപ്പോൾ അത് കുറച്ച് ഫ്രൈ ആക്കുക, കുറച്ച് കുട്ടികൾക്ക് പൊരിക്കും ചെയ്യാമെന്ന് കരുതി. അപ്പം പിന്നെ ബ്രോയിലർ അല്ലേ, വേഗം ആവുമല്ലോ. അപ്പോൾ അടുപ്പത്ത് ചട്ടിയിൽ വെക്കാമെന്ന് കരുതി. അപ്പോൾ ഉള്ളി വാട്ടാൻ വെച്ചുവിട്ടു. ആദ്യം ഉള്ളി കുറച്ച് ഉപ്പിട്ടു, പിന്നെ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പച്ചമുളക് അരിഞ്ഞിട്ട് ഇട്ടു. പിന്നെ നമ്മളതൊന്ന് വാട്ടി. അപ്പോൾ ഈ ചട്ടിയിൽ വെക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റിങ് കേട്ടോ. നമ്മളധികം കുക്കറിലാണ് വെക്കുക ലഗോണ് വാങ്ങിക്കുമ്പോഴേ. അപ്പോൾ അതൊന്ന് വാടിയതിന് ശേഷം പിന്നെ അതിലേക്കല്ല, പിന്നെ ഞാൻ പറഞ്ഞില്ല കുറച്ച് പൊരിക്കാൻ എടുത്ത് വെച്ചിട്ടുണ്ടെന്ന്. അതിലേക്ക് എന്താ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ചിക്കൻ മസാല, പിന്നെ ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി പേസ്റ്റ്, ഉപ്പും ഒക്കെ ഇട്ടിട്ട് നമ്മൾ അടിപൊളിയായിട്ട് തേച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മളതിലേക്ക് മസാലയൊക്കെ ഇട്ട് തക്കാളി ഇട്ട് നല്ല അടിപൊളിയായിട്ട് അതൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. അത് നന്നായിട്ട് വഴന്ന് വന്നതിന് ശേഷം നമ്മളതിലേക്ക് കറിവേപ്പിലയും മല്ലിച്ചപ്പൊക്കെ ഇടുന്നുണ്ട്. പിന്നെ ചിക്കനും ഇട്ട് നമ്മൾ ഉരുളക്കിഴങ്ങ് ഇടും. ചിക്കൻ്റെ കൂടെ ഉരുളക്കിഴങ്ങ് ഇടും കേട്ടോ, ഒരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഉരുളക്കിഴങ്ങ് ഇടുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് ലെവലായതിന് ശേഷം നമ്മൾ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കും. പച്ചവെള്ളം ഒഴിക്കരുത് കേട്ടോ. ചൂടുവെള്ളമൊക്കെ ഒഴിച്ച് നമ്മൾ സെറ്റാക്കി അടിപൊളിയായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ കറി റെഡി. ഇനി അത് തിളച്ചോളും.